ചില ആളുകളുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ഒരുപക്ഷെ ഈ ദേവന്മാരെന്ന് മറ്റു മതങ്ങളിൽ വിളിക്കുന്നത് സത്യത്തിൽ മലക്കുകൾ തന്നെയാണോ എന്നുള്ളത്. നമുക്ക് മലക്കുകൾ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ മാലാകമാർ എന്തൊക്കെ സവിശേഷതകളൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്ക് അതിനൊന്ന് പഠന വിധേയമാക്കാം. മലക്കുകളെക്കുറിച്ച് എന്താണ് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താണ് അവരുടെ വർഗം, സ്വഭാവം, ശേഷി, വ്യത്യസ്ത തരം അധികാരങ്ങൾ എല്ലാം കൃത്യമായി ഇസ്ലാമികമായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം. അപ്പോൾ മലക്കുകൾ എന്നത് നൂർ അഥവാ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മലക്കളുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് അവർക്ക് പാവങ്ങളൊന്നുമില്ല, ദൈവത്തെ 100% അനുസരിക്കുന്ന ഒരു സൃഷ്ടിയായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ശക്തമായ ദിവ്യ പ്രകാശമാണ് അവരെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇവർ മനുഷ്യരും ജിന്നുകളും പോലെ ഒരു സ്വതന്ത്ര ഇച്ഛാശക്തി ഇല്ലാത്തവരാണെന്ന് പറയുന്നുണ്ട്. അതായത് അതിനെ എന്ത് ആണോ അതിൽ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാമിനെ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്ന രീതിയാണ് അത് തുടർന്ന് വരുന്നത്. ഇതാണ് ആദ്യത്തെ സൃഷ്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേ എന്നും ആത്മാനുസരണമല്ല എന്നും പറയുന്ന സ്വഭാവം ഇവർക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഉത്തരവ്, ദൈവത്തിൻ്റെ എന്തെങ്കിലും ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഉത്തരവ് കറക്റ്റായിട്ട് ചെയ്യുക എന്നതാണ് അവരുടെ ജോലി എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് എന്താണോ അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻ അതനുസരിച്ച് മാത്രം ആണ്, അല്ലെങ്കിൽ ഒരു രീതിയിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. എന്നാൽ അതിന് കുറേ കൂടെയൊക്കെ മനുഷ്യൻ ഒരു റോബോട്ടിനെ നിർമ്മിക്കും പോലല്ല, അതിനേക്കാളൊക്കെ കുറേ കൂടെയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്. മാത്രമല്ല അത് പ്രകാശത്താൽ നിർമ്മിതമായതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധ ഗുണങ്ങളും അതിന് പറയുന്നുണ്ട്. അതായത് പ്രകാശത്തിൻ്റെ പോലുള്ള വേഗതകൾ എല്ലാം പറയുന്നുണ്ട്. പ്രകാശത്തേക്കാൾ കൂടിയ ഏറ്റവും ഉയർന്ന പ്രകാശം എന്ന് പറയുമ്പോൾ പ്രകാശത്തേക്കാൾ കൂടിയ വേഗതയിൽ സഞ്ചരിക്കാനുള്ള ശേഷിയൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ 3 സൃഷ്ടികളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒന്ന് മനുഷ്യൻ, അത് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതായിട്ട് പറയുന്നു. അടുത്തത് ജിന്ന്, അത് തീയിൽ നിന്ന് സൃഷ്ടിച്ചതായിട്ട് പറയുന്നു. അതുപോലെ തന്നെ മലക്ക് പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ആകയാൽ മലക്കുകൾ മനുഷ്യരിലും ജിന്നുകളിലും പൂർണ്ണമായും വേറിട്ട ഒരു സൃഷ്ടിവർഗ്ഗമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അവരുടെ പ്രധാന പ്രത്യേകതകളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ മേൽ ചുമതലപ്പെടുത്തിയതിനെതിരായിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ അവർക്ക് വിശപ്പ്, ദാഹം അങ്ങനെയൊന്നുമില്ല. അതുപോലെ അവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, ഉറക്കമില്ല, അല്ലെങ്കിൽ മനുഷ്യനെ പോലുള്ള ലൈംഗിക ഇച്ഛകൾ അവർക്കില്ല, ക്ഷീണം അങ്ങനെയുള്ളതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അവർക്ക് ശരീരമുണ്ടെങ്കിലും അത് മനുഷ്യൻ്റെ ശരീരത്തോട് പൂർണ്ണമായി വ്യത്യസ്തമാണെന്ന് നമുക്ക് അതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ക്ഷണം പോലും ആവശ്യമില്ലാതെ തന്നെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തിലേക്ക് എത്താനുള്ള കഴിവ് പ്രകാശത്തിൻ്റെ വേഗത പോലെ തന്നെ അതിനേക്കാൾ മികച്ച വേഗതയിൽ അവർക്ക് എത്താൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പ്രകാശമാകിയാൽ അവർക്ക് എവിടെയും പ്രത്യക്ഷപ്പെടാനും അപ്രത്യക്ഷമാവാനും ഒക്കെയുള്ള ഒരുപാട് കഴിവുകൾ ഉള്ളതായിട്ടും പറയുന്നുണ്ട്. ഈ മലക്കുകൾ സാധാരണ മനുഷ്യർക്ക് കാണാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരൂപം അവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. അത്യന്തം മനോഹരമായ പ്രകാശരൂപം ആയിട്ടും അവർക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മരണം വരുന്നതുവരെ ഇവർ ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മരണം വരുന്നത് എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ അവസാനം വരെ ഇവർക്ക് ജീവിക്കാൻ സാധിക്കുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വലിപ്പത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വെച്ചാൽ മലക്കുകളുടെ യഥാർത്ഥ വലിപ്പം മനുഷ്യരുടെ ബുദ്ധിക്കും അപ്പുറമാണ്, ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്ന് പലർക്കും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ജിബ്രീലിനെയൊക്കെ കുറിച്ചുള്ള പരാമർശങ്ങൾ നോക്കുകയാണെങ്കിൽ 600 ചിറകുകൾ, ഓരോ ചിറകും ആകാശം മുഴുവൻ മൂടുന്ന രീതിയിലുള്ള ഓരോ ചിറകുകളുള്ള രീതിയിലാണ് ജിബ്രീലിൻ്റെയൊക്കെ രൂപത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അസ്രായേലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമിയെയും എല്ലായിടത്തെയും കാണുന്ന ഒരു രൂപമായിട്ടാണ് അസ്രായേലിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുന്നത്. അടുത്ത ഇസ്രാഫീലിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർഷിനരികിൽ കാഹളം വായിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അതുപോലെ തന്നെ പർവ്വതം പോലെ വലിപ്പമുള്ള മലക്കുകളും ഉള്ളതായിട്ടൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മലക്കുകളുടെ തരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ അനവധി തരം മലക്കുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ഓരോ മിഷൻ, ഓരോ ഡ്യൂട്ടിയാണ് അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് മലക്കുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിബ്രീൽ, അതായത് അള്ളാഹുവിൻ്റെ വാക്ക് പ്രവാചകർക്ക് എത്തിക്കുക, സന്ദേശം എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് അദ്ദേഹത്തിന് മെയിനായിട്ടുള്ളത്. ഏറ്റവും ശക്തനും മഹത്വമുള്ളവനുമായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ മിക്കായിലാണ്. അദ്ദേഹം വിഭവങ്ങൾ, മഴ, കാറ്റ്, കാലാവസ്ഥ എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ ചുമതലയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിതൊക്കെ നോക്കുമ്പോഴും ഇത്തരം വിശ്വാസങ്ങളിലായിട്ടുള്ള ദേവന്മാരുമായിട്ടുള്ള അവരുടെ ജോലികളും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇതിന് സാദൃശ്യവും സാമ്യമൊക്കെ ഒരുപാട് തോന്നിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഓരോ കാര്യങ്ങളും ഓരോരുത്തരെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ അതിൻ്റെ മുറപ്രകാരം കൃത്യമായിട്ട് തന്നെ ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നുണ്ട്, അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയ ആളുകളുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിശ്വാസങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതിൽ ഈ ഒരു 2 രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ പഠന വിധേയമാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നിരുന്നാലും വിലപ്പെട്ട നമ്മുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൽ പറയണം. അതിലൂടെ നമുക്ക് കൂടുതൽ ചർച്ചകൾ ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയ്ക്ക് കാരണമായി മാറാനും സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം.
ഇത്തരത്തിൽ ഓരോ ദൗത്യങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അസ്രായേലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ആത്മാവ് ഏറ്റെടുക്കുന്നവർ എന്നാണ് അസ്രായേലിനെ നമുക്ക് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരേ സമയം ലക്ഷക്കണക്കിന് ആത്മാവ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ഇസ്രാഫീലാണ്. അതായത് കാഹളം ഊതപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു കിയാമത്തിൻ്റെ അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ തുടക്കത്തിന് വേണ്ടിയുള്ള ആ ഒരു കുഴൽ ഊതുന്ന അദ്ദേഹമാണ് എന്ന് പറയുന്നുണ്ട്. അർഷിന് അരികിൽ എപ്പോഴും അദ്ദേഹം അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ രക്ഷാധികാരികളായിട്ടുള്ള മലക്കുകൾ, ഓരോ മനുഷ്യൻ്റെയും വലതും ഇടതും 2 മലക്കുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രവൃത്തിയും ചീത്ത പ്രവൃത്തിയും അവർ രേഖപ്പെടുത്തുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാവം വരുമ്പോഴത്തേന് പലർക്കുള്ളൊരു സംശയമാണ്, ഇത്രയും വലിയ മലക്കുകൾ മനുഷ്യൻ്റെ ഇരു തോളുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഒക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും കളിയാക്കിക്കൊണ്ടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. മനസ്സിലാക്കുക, പ്രകാശത്തിന് മാസില്ലാത്തതുകൊണ്ടാണ് പ്രകാശത്തിന് ഇത്രയധികം വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. മാസില്ലാത്ത ഒരു വസ്തു നമ്മുടെ തോളിൽ വന്നിരുന്നത് കാരണമായിട്ട് നമുക്ക് തോളിനൊന്നും സംഭവിക്കത്തില്ല. അത് കാരണമാണ് സൂര്യൻ്റെ വെട്ടമടിച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാത്തത് എന്ന് മനസ്സിലാക്കുക. അടുത്തത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ സംരക്ഷിക്കുന്നവർ, അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് അവരെ നിയമിച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുൻകർ നക്കീർ എന്ന് പറയുന്നുണ്ട്. ഖബറിലെ ചോദ്യം ചോദിക്കുന്നവർ എന്ന് പറയുന്നുണ്ട്. അവർ ഖബറിൽ ചോദ്യം ചോദിക്കുന്നത് ഖുർആൻ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ചില ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അർഷ് വഹിക്കുന്ന മലക്കുകൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മലക്കുകളായിട്ട് അവരെ വിശേഷിപ്പിക്കുന്നുണ്ട്. അവരുടെ ഒരു വിരൽ കൊണ്ട് തന്നെ ആകാശങ്ങൾ ഉരുട്ടി മറിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അത്രത്തോളം ശക്തമായ മലക്കുകളാണ് അവർ എന്ന് പറയുന്നുണ്ട്. അടുത്ത ജന്നത്ത് അല്ലെങ്കിൽ ജഹന്നത്തിൻ്റെ ഗാർഡിയൻ ആരൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ മാലിക് എന്ന് പറയുന്ന ഒരു മലക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ജഹന്നത്തിൻ്റെ ചീഫാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിദ്വാൻ എന്ന് പറയുന്ന ഒരു മലക്കിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ജന്നത്തിൻ്റെ ഗാർഡിയനാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മലക്കുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ അത് അനന്തമാണ് എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം എന്ന് അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ അധികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. മലക്കുകളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് മലക്കുകളുടെ മിഷനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ ചെയ്യുന്ന പ്രധാന കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ എല്ലാ ഉത്തരവുകളും നടപ്പിലാക്കുക എന്നതാണ്. മനുഷ്യനെ സംരക്ഷിക്കുക, മൃഗങ്ങൾക്ക്, കാറ്റിന്, മഴയ്ക്ക്, ഭൂമിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക, പ്രവാചകർക്ക് സന്ദേശങ്ങൾ കൊണ്ടെത്തിക്കുക, മരണം കൊണ്ടുവരിക, അതുപോലെ തന്നെ ന്യായപ്രമാണം എഴുതി തൂക്കുക എന്നൊക്കെയുള്ള ചുമതലകൾ അവർക്ക് ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മലക്കുകളെക്കുറിച്ചുള്ള ഒരു ഏകദേശം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സൃഷ്ടിയായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ ആ ഒരു സൃഷ്ടിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ സൃഷ്ടികളായിട്ടുള്ളത് ജിന്നുകളാണ്. അപ്പോൾ അടുത്ത വീഡിയോ ജിന്നുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും നമുക്കിനി അറിയേണ്ട കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതിലൂടെ നമുക്ക് അടുത്ത വീഡിയോ ഉടൻ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നന്ദി.